നമസ്കാരം. നിലമ്പൂർ CPM-ൻ്റെ സകല ചങ്ങലക്കെട്ടുകളും തകർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി നേതൃത്വത്തിനും നേരെ പൊട്ടിത്തെറിച്ചു PV അൻവർ MLA. ഇടത് MLA കൂടിയായ അദ്ദേഹം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പതിവില്ലാത്ത വിധം വിമർശിക്കുകയും കടന്നാക്രമിക്കുകയും ചെയ്തു. സുജിത് ദാസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കാലയളവിൽ DGP-യുടെ നിർദ്ദേശത്തോടെ പിടികൂടിയ 158 സ്വർണ്ണക്കടത്ത് കേസുകൾ ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന് അൻവർ വെല്ലുവിളിച്ചു. സ്വർണ്ണക്കടത്തിലെ പോലീസിൻ്റെ കള്ളക്കളി വെളിപ്പെടുത്താൻ 2 വീഡിയോകളും പ്രദർശിപ്പിച്ചു. തൃശൂർ പൂരം DGP MR അജിത് കുമാർ കലക്കിയത് കേന്ദ്രത്തിലെ BJP-യെ കൊണ്ട് ആവശ്യമുള്ളവർ നിർദ്ദേശിച്ചത് കൊണ്ടാണെന്നും കൂടി അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനായിരുന്നു. ആ സൂര്യൻ കെട്ടുപോയി. പാർട്ടി പ്രവർത്തകരടക്കം വലിയൊരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തെ വെറുക്കുന്നുവെന്നും താൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞു. ചുറ്റും നടക്കുന്നതെന്തെന്നും അറിയാത്ത ആഭ്യന്തര വകുപ്പ് അമ്പേ പരാജയമാണ്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം. ഈ നിലയ്ക്ക് പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ. മുഹമ്മദ് റിയാസിനെ വളർത്താനല്ല പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടത്. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നിസ്സഹായനാണ്. മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി PV ശശിയും DGP അജിത് കുമാറും ഉൾപ്പെടെ കൂട്ടുകെട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലുള്ളവർക്കിടയിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. അതാണ് താൻ ഉന്നയിച്ചത്. ആരോപണങ്ങൾ ഏറ്റെടുക്കാൻ ലീഗും കോൺഗ്രസും ഒന്നും തയ്യാറാകാത്തത്. MLA സ്ഥാനം രാജിവെക്കില്ല. CPM പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇനി പങ്കെടുക്കില്ല. പാർട്ടി നിർദ്ദേശിച്ചത് പ്രകാരം പരസ്യ പ്രസ്താവന വേണ്ടെന്നു വെച്ചതാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു. സ്വർണ്ണക്കടത്തുകാർക്കു പിന്നിൽ താനാണെന്ന സൂചന നൽകിയതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ കുറ്റവാളിയാക്കാൻ ശ്രമിച്ചു. എന്നാൽ താൻ തെളിവു സഹിതം നൽകിയ റിപ്പോർട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രി തന്നെ വഞ്ചിച്ചു. ചില നടപടികൾ എടുത്തു. കണ്ണിൽ പൊടിയിടാനായിരുന്നു എന്നും MLA ആരോപിച്ചു. എന്നാൽ മറ്റൊരു അന്വേഷണം നടത്താൻ തയ്യാറായില്ല. തൻ്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ നിലമ്പൂരിലെ പൊതുസമ്മേളനം വിളിക്കുമെന്നും PV അൻവർ MLA പറഞ്ഞു.